കാറ്റത്തെ കിളിക്കുണ്ടിനെ കുറിച്ച് പറഞ്ഞു നമ്മളിപ്പോൾ. അതുപോലെ വ്യത്യസ്തത പുലർത്തിയൊരു ചിത്രമാണ് ആനവാൽ മോതിരം. പക്ഷേ വളരെ കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ അമ്മിണി അമ്മാവൻ, ആനവാൽ മോതിരം, പിന്നീട് മേഘം, അങ്ങനെ പോകുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു മാഷായിട്ട് അത്തരത്തിൽ വ്യത്യസ്തമായൊരു സിനിമ ചെയ്യുമ്പോഴൊരു അനുഭവം? അതും ഒരു തുടക്കക്കാരൻ കൂടി ആയിരുന്ന സമയത്താണ് അത്തരത്തിലുള്ളൊരു ചിത്രം വരുന്നത്. അപ്പോൾ ദാമോദര മാഷ നമുക്കിപ്പോൾ കാണുമ്പോൾ ഒരിക്കലും അദ്ദേഹം തമാശ പറയുമെന്നോ തമാശ എഴുതുമെന്നോ ആർക്കും തോന്നില്ല. പക്ഷേ മാഷ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്ന ആളാണ്. നല്ല ഹ്യൂമർ മനസ്സിൽ സൂക്ഷിക്കുകയും അത് ഇപ്പോൾ അമ്മിണിയമ്മാവൻ, ആനവാൽ മോതിരം എന്ന ഒരു സിനിമ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട രണ്ട് സിനിമകളായിരുന്നു. അല്ലാതെ അദ്ദേഹം എഴുതിയ സിനിമകളിലൊക്കെ ഹാസ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ അത്തരം സിനിമ അല്ലാത്തതുകൊണ്ട് നോട്ട് ചെയ്യപ്പെടാത്തതാണ്. നല്ല ഹാസ്യമുള്ള മനുഷ്യനായിരുന്നു. ഈ ആനവാൽ മോതിരം എന്ന് പറഞ്ഞ സിനിമ ശ്രീനിവാസനാണ് എഴുതിയതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പ്രേക്ഷകരുണ്ട്. കാരണം പലരും ചോദിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ അഭിനയിച്ചുകൊണ്ട് അതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, മാഷ് എഴുതി തന്നെയാണ്. ഞങ്ങൾ ഈ ആനവാൽ മോതിരത്തിന് ശേഷം ആനവാൽ മോതിരത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാനൊക്കെ ഒരു ആലോചന ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി പറഞ്ഞിട്ട്. പക്ഷേ മാഷനോട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, ആ കഥ അവിടെ തുടങ്ങി, അയാൾക്ക് അസുഖമൊന്നുമില്ല എന്ന് പറയുന്നിടത്ത് ആ സിനിമ അവസാനിച്ചു. പിന്നെ അങ്ങനെ ഒരു കഥ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് ആവശ്യമില്ല, ഞങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയായിരുന്നു. ഈ ആനവാലും മോതിരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഞാനങ്ങനെ ഈ 30-ലധികം വർഷങ്ങളായി സിനിമയിൽ വന്നുവെങ്കിലും അത്രയും സിനിമയൊന്നും ചെയ്യാത്ത ഒരാളാണ്. ഈ പഞ്ചവത്സര പദ്ധതികൾ പോലെ സിനിമ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് സാധാരണ ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, അതായത് ഒരു ഡയറക്ടറും എഴുത്തുകാരനും സംവിധായകനും ചേർന്ന് ഒരു നല്ലൊരു ഹിറ്റ് സിനിമ ഉണ്ടാക്കിയാൽ അതിൻ്റെ പിൻപറ്റി അവർ തന്നെ കുറേ സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനും മാഷ് പോലെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. ആ സിനിമ ചെയ്യാൻ കാരണക്കാരൻ ദാമോദരൻ മാഷാണ്. കാരണം ഞാൻ ആ സമയത്ത് സിനിമ പണിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരമ്പലത്തിൽ രാവിലെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു, എന്നെ ദാമോദരൻ മാഷ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോൾ മാഷ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ AR രാജൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. ഡയറക്ടർ അദ്ദേഹം JC സാറിൻ്റെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ അദ്ദേഹം നിർമ്മാതാവായി. അപ്പോൾ അദ്ദേഹം ഇൻഡസ്ട്രിയിൽ നിന്ന് ചുമാറി നിൽക്കുന്ന ഒരാളാണ്. അവർ രണ്ടുപേരുമായിരുന്നു ആ സിനിമ ചെയ്യാൻ കാരണക്കാർ. ആ സമയത്ത് സെഞ്ച്വറി ഫിലിംസ് ആയിരുന്നു അത് നിർമ്മിച്ചത്. അപ്പോൾ അവർ ഞാൻ ഒത്തിരി ഹിറ്റ് സിനിമകൾ ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ ദാമോദരൻ മാഷിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞത് അയാൾ അൺലക്കിയാണ്, അതുകൊണ്ട് അയാൾ വേണ്ട എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വേറൊരു സിനിമ പെട്ടിക്കാതിരിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ. അപ്പോൾ മാഷ് പറഞ്ഞത്, അയാൾ നല്ലൊരു ടെക്നീഷ്യനാണ്, നിങ്ങളെങ്കിൽ സിനിമയുണ്ട്. അയാളെ ആ സിനിമ പെട്ടിയിരിക്കുന്ന ആ പ്രൊഡ്യൂസറെ കാശില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ് കൊച്ചുമോനെ കൺവിൻസ് ചെയ്തിട്ടാണ് ആ സിനിമ ഞാൻ ചെയ്യാൻ എനിക്ക് സാധ്യമാകുന്ന സിനിമ ചെയ്യാൻ. അങ്ങനെ ആ സിനിമ ഞങ്ങൾ ചെയ്തു. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. മാഷ് എപ്പോഴും കൂടെ ഉണ്ടാവും എന്ത് കാര്യത്തിനും. അങ്ങനെ ഒരു നല്ല സിനിമ മാഷോട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്തുള്ളൂ എങ്കിലും ഒത്തിരി സിനിമകൾ മാഷുമാർ ചെയ്തൊരു അനുഭവമുണ്ട്. അരമണിക്കൂറല്ല, ഒത്തിരി ദിവസങ്ങളെടുത്താൽ പോലും ദാമോദരൻ മാഷ കാര്യങ്ങൾ പറയാൻ തീരില്ല. അത്ര നല്ല ഒരുപാട് കാര്യങ്ങൾ, ഓർക്കാൻ നല്ല കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട് മാഷെ കുറിച്ച് പറയാൻ. ദീദി, നമ്മൾ എപ്പോഴും മാഷെക്കുറിച്ച് പറയുമ്പം തിരക്കഥാകൃത്ത് ഒരു ആംഗിൾ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതല്ലാതെ മറ്റൊരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധ്യാപകൻ, പിന്നെ ഒരു കോഴിക്കോട്ടെ ഫുട്ബോൾ ലോകവുമായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം, മികച്ച കമൻറ്റേറ്റർ ആയിരുന്നു, റെഫറി ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ആംഗിളുകളെക്കുറിച്ച് പെട്ടെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഫുട്ബോളിൽ മേജർ ടൂർണമെൻറ്റുകളിലൊക്കെ അച്ഛൻ റെഫറിയായി നിന്നിട്ടുണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഞാൻ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ പോയി നിൽക്കുകയും അച്ഛൻ റെഫറി ആയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ പ്രത്യേകമായിട്ട് ആൾക്കാരെ
എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണ് പോവുക. അച്ഛൻ പറയാറുള്ളത് ഏതെങ്കിലും ഒരു ഫൗളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫ് സൈഡ് കൊടുത്തതോ പെനാൾട്ടി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾ എന്ന് പറഞ്ഞാൽ അവർ ബ്ലഡിൽ ഫുട്ബോൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ട്, അതും വാതുവെപ്പുകളും ഒരുപാട് നടക്കുന്നുണ്ട്, ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ട് റഫറികളെ കൈകാര്യം ചെയ്യുകയും അതിന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന എത്രയോ അങ്ങനത്തെ ഇൻസിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കണം അച്ഛൻ എന്നെ അവിടെ കൊണ്ട് ഇരുത്തുമ്പം പ്രത്യേകം ആൾക്കാരെ പറഞ്ഞേൽപ്പിക്കും, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാത്തു നിൽക്കരുത്, ഇവിടെ കൊണ്ട് പോയിക്കൊള്ളണം, വീട്ടിലെത്തിച്ചോളണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇരുത്തിയതും അച്ഛൻ്റെ കൂടെ തന്നെ കോഴിക്കോട്ടിലുള്ള ഫുട്ബോൾ അല്ലാതെ മറ്റ് നാടകമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കുള്ള ഓപ്പണിംഗ് പോലും അച്ഛൻ്റെ കൂടെ നടന്നിട്ടാണ്. ഒരു മാർക്കറ്റിൽ പോയിട്ട് എത്ര പെൺകുട്ടികൾ മാർക്കറ്റുകളിൽ പോകാറുണ്ട്, ഇപ്പോൾ കുറച്ചും കൂടെ കോമൺ ആയിരിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ പെൺകുട്ടികളൊന്നും വലിയ മാർക്കറ്റുകളിലൊന്നും പോകാറില്ല. എനിക്ക് തോന്നുന്നു മാർക്കറ്റിലെ അനുഭവം, അച്ഛൻ്റെ കൂടെ പോയിട്ട് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പം നമ്മളെ കൊണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ആയിരിക്കണം പല കാര്യങ്ങളും പ്രത്യേക നിഷ്കർഷയോടുകൂടി ഞങ്ങൾ തന്നെ ചെയ്യണം എന്ന് അച്ഛൻ ഷാഠ്യം പിടിക്കാറുണ്ട്. ബാങ്കിൽ പോവുക, ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊന്നും വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയോ നിലയ്ക്ക് നമ്മൾ ഭയങ്കര സ്വയം പര്യാപ്തരാക്കുകയായിരുന്നു. എല്ലാ സാധനങ്ങളും കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു വഴി വെക്കുകയായിരുന്നു. അതൊക്കെ ഇതിനിടയിൽ കൂടെ നടന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എത്ര പെൺകുട്ടികൾ ആ സമയത്ത് സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരർത്ഥത്തിൽ ആ ഫുട്ബോളിനോടുള്ള വലിയ സ്നേഹമാണ് ഞങ്ങളുടെ പേര് പോലും. അച്ഛനുള്ളപ്പം അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അച്ഛനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഈ പേരെന്തിനായിട്ടെന്ന് ചോദിക്കുമെങ്കിലും ഇപ്പം ആലോചിക്കുമ്പം ഇത്ര യുണീക്കായിട്ടുള്ളൊരു പേര് വേറെ ആർക്കും ഇല്ല എന്നാണ്. ഒരു ബ്രസീലിയൻ ഫുട്ബോളറുടെ പേരാണ് ദീദി എന്നുള്ളതും അതിൻ്റെ പേരിൽ ഇപ്പം എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അദ്ദേഹം സിനിമാ രംഗത്ത് ശരിക്കും ഓളവും തീരം എന്നുള്ള ചിത്രത്തില് പറഞ്ഞോളൂ. അല്ല, കമൻട്രി ഇപ്പോഴും ആ വോയിസ് കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ആ വോയിസ് വേറൊരു സ്ഥലത്തു നിന്നാണ് അത് കിട്ടുന്നത്. അച്ഛൻ്റെ കൂടെ കമൻട്രി പറഞ്ഞിരുന്ന പത്മനാഭൻ നായരുടെ സൺ ഇൻ ലോൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് അത് കിട്ടുന്നത്. നമ്മളൊരു ഫ്രണ്ട് ജയറാം വഴിയാണ് അത് കിട്ടിയത്. അച്ഛൻ്റെ വോയിസ് റീറ്റെയിൻ ചെയ്ത പോലെയായിരുന്നു എല്ലാ കമൻട്രികളും. ഓൾമോസ്റ്റ് മേജർ ടൂർണമെൻറ്റുകളിലൊക്കെ നടത്തിയ കമൻട്രികൾ ഇപ്പോൾ വോയിസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ട്രഷർ ചെയ്യുന്ന ഒരു സാധനമാണ്. ആ വോയിസ് കേൾക്കുന്നത് ഒരു പഴയൊരു കാലത്തേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന പോലെയാണ്. നമുക്ക് സമയപരിമിതി മൂലം ഞാനൊരു 2 കാര്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുകയാണ്. അതിലൊന്ന്, മാഷ് അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത് ഓളവും തീരം എന്ന ചിത്രത്തിലൂടെ. പക്ഷെ പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് 2 ചിത്രങ്ങൾ, പാലേരി മാണിക്യം കിളിച്ചുണ്ടും മാമ്പഴം എന്നീ ചിത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മാഷിൻ്റെ അഭിനയവും കുടുംബവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ടെന്നും. അതുപോലെ തന്നെ മാഷ് സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ കോപ്പി എഴുതാൻ നേരത്തെ ദീദിയാണ് മാഷിൻ്റെ ഒപ്പം ഇരുന്നിരുന്നതെന്നും ഡിക്റ്റേഷൻ തരുമ്പം ഉള്ള ഓരോ അങ്ങനെ തിരക്കഥ എഴുതിയതിനു ശേഷം സിനിമ കാണുമ്പോഴുള്ളൊരു അനുഭവം, ഈ 2 കാര്യങ്ങൾ ചുരുക്കം വാക്കുകളെന്ന് പറയാമോ? ആദ്യം പറഞ്ഞത് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അച്ഛൻ സാധാരണ വോയിസ് മോഡുലേഷനോട് കൂടെ ഇമോഷൻ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് ഡിക്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ സിനിമയിൽ ചില ക്യാരക്ടേഴ്സ് അത് പറയുമ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അതായത് ഞാൻ ഒരു അധ്യാപിക കൂടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ റെഡിങ് പെന്നുകൊണ്ട് ഇങ്ങനെ താഴെ വരയ്ക്കുന്ന പോലെ തോന്നും. അച്ഛൻ്റെ മോഡുലേഷൻ തെറ്റിച്ച് പറയുന്ന ആക്ടേഴ്സിനെ എനിക്ക് ഏതോ നിലയ്ക്ക് ആ ഡയലോഗ് ഇവർ തെറ്റിച്ചിട്ടാണോ പറഞ്ഞതെന്ന് തോന്നും. വാക്കുകൾ പോലും വേറെയാണോ എന്നൊക്കെ തോന്നുമായിരുന്നു. എനിക്കത് മമ്മൂക്കയായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അച്ഛൻ്റെ മോഡുലേഷൻ തെറ്റിക്കാതെ പറഞ്ഞത് എന്ന് തോന്നുന്നു. എല്ലാ പ്രാവശ്യവും അച്ഛൻ പറയുന്ന പോലെ തന്നെ അത് ഏറ്റു പറയുന്നത് മമ്മൂക്ക തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അഭിനയത്തിനെ പറ്റി പറഞ്ഞാൽ അത് അച്ഛനും അമ്മയും കൂടെയുള്ള ഒരു ധാരണയായിരുന്നു. വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് അത്. അച്ഛനൊരു സ്ട്രോങ് എത്തീസ്റ്റ് ആയിരുന്നു, അമ്മ നല്ല വിശ്വാസി.
അപ്പോൾ ലിവിങ് ഗോഡ്സിൻ്റെ അടുത്ത് എല്ലാ അമ്പലത്തിൽ പോകുന്നതിനും അച്ഛന് പരാതിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ലിവിങ് ഗോഡ്സിൻ്റെ അടുത്ത് പോകരുതെന്ന് അച്ഛന് അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം അതായിരുന്നു. തിരിച്ച് അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് സായിബാബയെ കാണാൻ പോയതിനെ തുടർന്നിട്ടാണ് അച്ഛൻ മറ്റേ പ്രിയഞ്ചേട്ട സിനിമയിൽ അഭിനയിക്കുന്നതും പിന്നെ പാലേരി മാണിക്യത്തിൽ അഭിനയിക്കുന്നതും. അത് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ഉടമ്പടിയായിരുന്നു തോന്നുന്നു. വിജയൻ സർ, ദീദി തന്നെ പറയുണ്ടായി, പ്രത്യേകിച്ച് മാഷിൻ്റെ ഭാര്യ പോയി കഴിഞ്ഞുള്ള ആ ഒരു സമയത്തൊക്കെ വളരെയധികം മാഷിൻ്റെ കാര്യത്തിൽ കെയർ, ആ സമയത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും എന്ന് വെച്ചാൽ കൈവെള്ളയിൽ വെച്ചിട്ടാണ്, അങ്ങനെ തന്നെ പറയാം, വിജയൻ സർ, പ്രിയൻ സർ തുടങ്ങിയവർ മാഷിനെ നോക്കിയിരുന്നു എന്നുള്ളത്. അപ്പം മാഷിനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ എല്ലാ ഓർമ്മകളും മറക്കാനാവാത്തതാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു, എന്നാലും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്താണ്? അത് ഞാൻ പറയുമ്പോൾ GS വിജയൻ ഒരാളെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാം. എൻ്റെ എനിക്കൊരു രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ മാഷ് ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നു, ട്രിവാൻഡ്രത്ത് കാണാൻ വന്നിട്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ പറഞ്ഞതാണ്, കാണാൻ വന്നിട്ട് കുഞ്ഞിനെ എല്ലാം കണ്ടു, അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ വന്നതിന് ശേഷം ഒരു 500 രൂപ എടുത്ത്, കുഞ്ഞല്ലേ, കൊച്ചു കുഞ്ഞല്ലേ, എൻ്റെ കയ്യിലൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല മിസ്റ്റർ, എന്താണ് നിങ്ങളുടെ മോൻ്റെ പേര്? ഞാൻ പറഞ്ഞു, പേരിട്ടില്ല മാസ്റ്റർ എന്ന് പറഞ്ഞു. എന്നാൽ ദാമോദരൻ ഇട്ടോളൂ. ഞാൻ പൊട്ടിച്ചിരിച്ചു. കാരണം ചിരിച്ച പറയൊന്നുമില്ല, ദാമോദരൻ എന്നുള്ള പേര് മോശമല്ല, ആ കൊച്ചു കുഞ്ഞിനെ ആ പേരെന്ന് പറയുമ്പോൾ ഇതുണ്ടല്ലോ. ഞാൻ എൻ്റെ മോനോട് പറയുമ്പോൾ ഞാൻ ഉറക്കച്ചിരിക്കും. എങ്കിലും ഒരുപാട് വിഷമമുണ്ട് മാസ്റ്റർ കാര്യത്തിൽ. പിന്നെ ദീദി, പിന്നെ അവർ ഇനി രണ്ട് പെൺമക്കളുണ്ട്, അവരൊക്കെ നന്നായിട്ട് അറിയാം, ദീദിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം. അവർ ഭയങ്കര അറ്റാച്ച്ഡാണ്. എനിക്ക് തോന്നുന്നു ദീദി ഇപ്പോഴും മാഷെക്കുറിച്ച് പറയുമ്പോൾ ദീദിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരും. അത് ഇളയ ആൾക്കാരുടെ ഇത് തന്നെ, അത്രത്തോളം സോ അറ്റാച്ച്ഡ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ കൊച്ചിലെയൊക്കെ എല്ലാ കാര്യത്തിലും മാഷ അറിഞ്ഞോ അറിയാതെയോ ഇവർ ഇടപെടുത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ. അത് പിന്നെ പെൺകുട്ടികളാണ് ഈ സൊസൈറ്റി ജീവിക്കാനുള്ള എല്ലാ ധൈര്യവും അവർക്കുണ്ടായി കൊടുത്തത് മാഷായിരിക്കും. മാഷ് വേറൊരു രീതിയാണ്. ഇപ്പം ഞാൻ ഊണ് കഴിക്കാനൊക്കെ വീട്ടിൽ പോവും. ഊണ് കഴിക്കാൻ എന്നെ വീട്ടിൽ വിളിച്ചിട്ട് ഭരണം വെച്ച് നോക്കും, മീൻ മേടിക്കാൻ പോകാമെന്ന് പറയും. മാഷ സ്കൂട്ടറിൽ ഞങ്ങൾ കയറി മാർക്കറ്റിൽ പോയി മീൻ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കും. ഞാൻ അതൊക്കെ കണ്ട് ഞാൻ പിന്നെ തിരിച്ചത് ഞാൻ പഠിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടത്. എൻ്റെ ഭാര്യയ്ക്ക് പോലും മീനൊന്നും വന്ന് ബാർഗെയിൻ ചെയ്യാറ്, പക്ഷെ ഞാൻ ബാർഗെയിൻ ചെയ്ത് മേടിക്കും. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടാണ് മാഷ് പോയത്. മാഷുടെ മക്കളായിട്ട് ജനിച്ച ദീദിക്കും അവർക്കൊക്കെ എന്നും അഭിമാനിക്കുക. കാരണം അത്ര നല്ലൊരു അച്ഛനെയാണ്, എല്ലാ അർത്ഥത്തിലും സ്നേഹസമ്പന്നനായ ഒരു അച്ഛനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ടി ദാമോദരൻ എന്ന പേര് മലയാളിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും. സമയപരിമിതി പോലെ നമുക്ക് ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദീദി, ഒരുപാട് നന്ദി ഈ ഒരു ദിവസത്തിൽ. എനിക്കറിയാം ദീദിയുടെ ബുദ്ധിമുട്ടുകൾ, എന്നിരുന്നാൽ കൂടി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ദീദി. അതോടൊപ്പം ശ്രീ GS വിജയൻ സാറിനും ഒരുപാട് നന്ദി.